പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ അലി അക്ബർ ചേരുന്നുണ്ട്. ശ്രീ അലി അക്ബർ, താങ്കൾക്ക് കൂടി ഒരുപക്ഷെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാകണം ഇത്. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട്. അയാൾ ഒരു കൺസ്ട്രക്ഷൻ തൊഴിലാളിയെ ജീവിക്കുകയാണ്. 35 വർഷമായി അയാൾ ഒളിവിൽ താമസിക്കുന്ന ഒളിവിടത്തിന്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പുറത്തുവിടുകയാണ്. ശ്രീ അലി അക്ബർ, താങ്കൾ അന്വേഷണം സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിനോട് ചേർന്ന് നിൽക്കുന്ന വാർത്തയാണ് ഇത്. തീർച്ചയായും സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന് വരുത്തി തീർക്കുവാൻ പോലീസിലെയും അയാളെ സഹായിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനും മറ്റു ചില ആളുകൾക്കും ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ധൃതി പിടിച്ച് അദ്ദേഹം മരിച്ചു എന്ന ഒരു ഫൈൻഡിങ്ങിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് ഞാൻ എന്റെ മേലുദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും സുകുമാരക്കുറുപ്പ് മരിച്ചതിൻ്റെതായിട്ടുള്ള ഒരു തെളിവുകളും പൊതു സമൂഹത്തിന് ബോധ്യപ്പെടുന്ന തരത്തിൽ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതോ ഒരു ഗ്രാമത്തിൽ എവിടെയോ കിടന്ന് മരിച്ച് ആരോ കൈവണ്ടിയിലും കാളവണ്ടിയിലും കൊണ്ടുപോയി അടക്കം ചെയ്തു എന്ന ഒരു നിഗമനത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെത്തുന്നു എന്നുള്ളത് എന്റെ 32 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവമാണ്. മാത്രമല്ല, വളരെ വ്യക്തമായി തന്നെ സുകുമാരക്കുറുപ്പിന്റെ കുടുംബങ്ങളിൽ നിന്നും എനിക്ക് വ്യക്തമായ സൂചന ലഭിച്ചിരുന്നു സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. 100% 2017 ഞാൻ അന്വേഷിക്കുമ്പോഴും ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അക്ബർ, ഇവിടെ 35 വർഷമായി ഒരാൾക്ക് ഇപ്പോൾ നമുക്ക് ഈ രാജ്യം എവിടെയാണെന്ന് നമുക്കറിയാം, നമ്മുടെ വാർത്താ സംഘം അവിടെയുണ്ട്. പക്ഷെ നമുക്ക് ചില പ്രത്യേക കാരണങ്ങളാൽ രാജ്യം ഏതാണെന്ന് പറയാൻ കഴിയുന്നില്ല. സുരക്ഷ അങ്ങേക്കും അതറിയാം. ഇവിടെ 35 വർഷമായി ഇതുപോലെ വേഷം മാറി ഒരു 2 മതങ്ങൾ ജീവിക്കുന്ന ആൾക്കാരുടെ പേരുകൾ മിക്സ് ചെയ്ത് ഒരാൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതകരമാണ്. അയാളെ ആർത്ഥത്തിൽ അയാളെ സമ്മതിക്കണം. അക്ബർ, അല്ല, അത് അങ്ങനെ അയാളുടെ മിടുക്കായി മാത്രം കാണാൻ പറ്റില്ല. അയാള് എയർഫോഴ്സിൽ നിന്ന് തന്നെ അയാൾ ചാടി വന്നൊരു വ്യക്തിയാണ്. ഒരു മനുഷ്യനെ, ഒരു പച്ച മനുഷ്യനെ കൊന്ന് അത് താനാണെന്ന് വരുത്തി പണം തട്ടിയെടുക്കുവാൻ നടത്തിയ ബുദ്ധി, അതോടൊപ്പം തന്നെ താൻ എന്ത് ചെയ്താലും തന്നെ സംരക്ഷിച്ച് നിർത്തും എന്ന ഉത്തമ ബോധ്യം. ആ കൊല നടക്കുന്ന സമയത്ത് സുകുമാരക്കുറുപ്പ് എന്ന വ്യക്തിക്ക് കേരളത്തിലെ അന്നത്തിരുന്ന വ്യവസ്ഥയനുസരിച്ച് എന്ത് ചെയ്താലും അയാളെ സംരക്ഷിക്കപ്പെടും എന്നുള്ള ഒരു ബോധ്യം അയാൾക്കുണ്ടായിരുന്നു. മാത്രമല്ല, നിങ്ങൾ പറയാൻ മടിക്കുന്നു എങ്കിലും എനിക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം ഏത് പേരിലാണ് അവിടെ താമസിക്കുന്നതും ഏത് രാജ്യക്കാരനായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്നും എല്ലാം എനിക്കറിയാം. അല്ല അക്ബർ, ഇയാളിപ്പോൾ താമസിക്കുന്ന ആ രാജ്യത്തിന്റെ വ്യാജ പാസ്പോർട്ട് അയാളുടെ കയ്യിലുണ്ട്. കാര്യം 91 അയാളുടെ പാസ്പോർട്ട് എക്സ്പയർ ആയി പോയി. എക്സ്പയർ ആയതിനു ശേഷം ഒരു പുതിയ രാജ്യത്ത് അവിടെ പോയി അവിടെ ഒരു കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി ഇത്രയധികം വർഷങ്ങൾ താമസിക്കുന്നതിൽ അയാളുടെ പിടിപാട് ചില്ലറയല്ല എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അല്ലാതെ അയാളുടെ മിടുക്കാണെന്ന് ഞാൻ പറയായിരുന്നില്ല. അക്ബർ, അല്ല, ഇതൊക്കെ അങ്ങ് ഒരു പൊതുസമൂഹം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു റിപ്പോർട്ടറാണ്. അത് മനസ്സിലാക്കുക. ഞാൻ എന്റെ 32 വർഷത്തെ സർവീസിന്റെ ഇടയിൽ പല പ്രമാദമായ കേസുകളുടെയും അന്വേഷണം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അന്വേഷണം നടത്തി വലിയവരിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ളവരിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികമായ ഉന്നതിയിൽ നിൽക്കുന്നവരിലേക്കോ സാമുദായികമായ ഉന്നതിയിൽ എത്തുന്നവരുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ ഒന്നുകിൽ ആ കേസിന്റെ അന്വേഷണം വഴിതിരിച്ചു വിടുന്നു, അല്ലെങ്കിൽ ആ കേസിന്റെ അന്വേഷണം അവിടെ വെച്ച് മതിയാക്കുന്നു. അതല്ല എങ്കിൽ ആ ഉന്നതന്മാർക്ക് എതിരായി ഞാൻ കണ്ടെത്തിയിട്ടുള്ള തെളിവുകളെ വളരെ സ്പഷ്ടമായി തന്നെ അതിനെ ഇല്ലാതാക്കിയോ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ടോ എന്നെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. എന്റെ 32 വർഷത്തെ സർവീസിനിടയിൽ ഞാൻ പറയുന്നു, വ്യക്തമായ ആരും വിമർശിക്കാൻ പറയുമല്ല, നീതി തുല്യമല്ല. ഈ കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്ന നീതി തുല്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒറ്റ കാര്യം അക്ബർ, ഇവിടെ ഇന്ന് രാവിലെ താങ്കൾ പറയുന്ന ആ പിന്തുണ, താങ്കൾ പറയുന്ന ആ ഒത്താശ നിർബാധം തുടരുന്നു. ഇന്ന് രാവിലെ ഇയാൾ ഹൃദ്രോഗബാധയാൽ മരിച്ചു പോയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ ആ ഫയൽ ക്ലോസ് ചെയ്യാനുള്ള ആലോചനയെ പറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്ന അന്നു മുതലേ കിട്ടിക്കൊണ്ടിരുന്ന ഒരു അദൃശ്യമായ ശക്തമായ സപ്പോർട്ട് ഈ സമയം തുടരുന്നു എന്ന് തന്നെയല്ലേ? എന്തിനാണ് ധൃതി? അങ്ങനെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഭവം, മാവേലിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഒറ്റ മിനിറ്റ് അക്ബർ, ഞാൻ ഇപ്പോൾ എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.